മരിച്ചവരെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ, മരിച്ചവരെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ, അങ്ങനെ ആത്മാവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നവർ. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ മാത്രം അനുഭവങ്ങളാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, എത്ര വിവരിച്ചാലും ആരും മനസ്സിലാകാത്ത നിങ്ങളുടെ മാത്രം അനുഭവങ്ങൾ. അനുഭവം ഉണ്ടായിട്ടുള്ളവർക്ക് സൈക്കോളജി ഉത്തരം നൽകുമ്പോൾ പാരസൈക്കോളജി നിങ്ങളുടെ അത്തരം അനുഭവങ്ങളെ ശരിവെച്ചുകൊണ്ട് തന്നെ ഉത്തരം നൽകും എന്നുള്ളതാണ്. മോഹൻലാൽ പറഞ്ഞ കഥയിലെ കാര്യങ്ങൾ വിശദീകരിച്ചാൽ ട്രെയിനിലാണ് സംഭവം നടക്കുന്നത് എന്ന് വ്യക്തം. അതുപോലെ തന്നെ ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്നയാളെയാണ് ഇവിടെ പൂർണ്ണ രൂപത്തിൽ ശവപ്പെട്ടിയിൽ കിടക്കുന്ന രൂപത്തിൽ കാണുന്നത്. ഒരു തട്ടൽ കെട്ട് ചെന്നപ്പോഴാണ് സ്ത്രീയെ കാണുന്നത്. മാത്രമല്ല സ്ത്രീ വെള്ളം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സ്ത്രീയെ കാണുന്നുമില്ല. വെള്ള സാരിക്ക് പകരം പച്ചയാണ് സാരിയുടെ നിറം. ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന അതേ കോസ്റ്റ്യൂംസ് തന്നെയാണ് ഇത് എന്നുള്ളത്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മാത്രമായിരിക്കാം ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. കഥകിൽ മുട്ട് കേൾക്കുന്നു, പിന്നീട് സ്ത്രീ വെള്ളം ചോദിക്കുന്നു. വെള്ളമെടുക്കുന്ന സമയത്ത് സ്ത്രീ അപ്രത്യക്ഷമാകുന്നു. ആദ്യം ഇതിനുള്ളിലെ പാരാസൈക്കോളജി വിശദീകരിക്കാം. അപ്പാരിഷണൽ എക്സ്പീരിയൻസസ്, അതായത് ആത്മാവിനെ നേരിട്ട് കാണുന്ന നിങ്ങളുടെ അനുഭവത്തെയാണ് അപ്പാരിഷണൽ എക്സ്പീരിയൻസസ് എന്ന് പാരാസൈക്കോളജിയിൽ പറയുന്നത്. സ്ഥലം, സമയം എന്നിങ്ങനെ ഇല്ലാതെ എവിടെ വെച്ചോ എപ്പോ വേണമെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. സ്പോണ്ടേനിയസ് അപ്പാരിഷണൽ എക്സ്പീരിയൻസസ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന ആത്മാവുമായി ബന്ധപ്പെട്ട അനുഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു ആത്മാവിനെ കണ്ടു, ചിലപ്പോൾ മനുഷ്യരൂപത്തിലായിരിക്കും. അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും നിങ്ങൾ കണ്ട ആത്മാവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെയാണ് അപ്പാരിഷണൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്.